വൈക്കം ബീച്ചിലെ കായൽ തീരം മാലിന്യമുക്തമാക്കണമെന്ന ആവശ്യം ശക്തം. ചരിത്രമുറങ്ങുന്ന വൈക്കത്തിൻ്റെ തിലകക്കുറി ആയി മാറേണ്ട വൈക്കം ബീച്ചിലെ കായൽ തീരം ദിനംപ്രതി മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലാണ്. ഇടവേളകൾ ആസ്വദിക്കുന്നതിനും കായൽ ഭംഗി നുകരുന്നതിനുമായി ദിനംപ്രതി നൂറുകണക്കിന് ജനങ്ങളാണ് വൈക്കം ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാലിന്യം നിറഞ്ഞ കായൽ തീരം ഇവിടെ എത്തുന്നവർക്ക് വെല്ലുവിളിയാണ്. പോളയും ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യവും നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ബീച്ച് കൊതുകിൻ്റെയും ഈച്ചയുടെയും ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മുനിസിപ്പൽ ബഡ്ജറ്റിൽ ബീച്ച് നവീകരണത്തിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമായി വിനിയോഗിക്കുവാൻ അധികാരികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എത്രയും വേഗം ബീച്ചിലെ പോളയും മാലിന്യവും നീക്കം ചെയ്ത് ബീച്ചും പരിസര പ്രദേശങ്ങളും മനോഹരമാക്കി കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെ എത്തുന്ന ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഒന്ന് വന്നിരിക്കാൻ പറ്റിയ സ്ഥലവും വൈക്കത്തിൻ്റെ മനോഹരമായൊരു സ്ഥലവുമാണ് ബീച്ച് പരിസര പ്രദേശങ്ങളും. നല്ല ഭംഗിയാണ്. കാര്യം ആൾക്കാർക്ക് ഇന്നിപ്പോൾ അണുകുടുംബമായി മാറിയിരിക്കുന്ന സ്ഥലഹാരികളിൽ മനുഷ്യർക്ക് സ്വതന്ത്രമായിട്ട് വർത്താനം പറയാനും കാഴ്ചകൾ കാണാനും ഒക്കെ പറ്റില്ല. പക്ഷേ ഇവിടെ ഈ കായൽ മാലിന്യങ്ങൾ വളരെ വല്ലാത്ത രീതിയിലായതുകൊണ്ട് പിന്നെ കൊതുകിൻ്റെയും മറ്റ് മണങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് അത് വളരെ അരോചകരമാണ്. സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ മനുഷ്യൻ ഒരു സ്വസ്ഥത തേടി എത്തുന്ന സ്ഥലം ഇങ്ങനെയാകുമ്പോഴത്തേക്കും മനോഹരമാക്കിയാൽ ഇത് മുനിസിപ്പാലിറ്റിക്കും നല്ലൊരു വരുമാനമാകും. ഇവിടെ നല്ല ഭംഗിയായിട്ട് ആൾക്കാർ കൂടുതൽ എത്തിച്ചേരുകയും ചെയ്യും. പക്ഷേ കർഷകന് നമ്മുടെ ഈ ഭാഗം എന്ന് വെച്ചാൽ പോള പിടിച്ചും മറ്റേ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആൾക്കാർ അലസമായി വലിച്ചെറിയുന്ന ആഹാരാവശിഷ്ടങ്ങളും കാരണം വല്ലാത്ത ഒരവസ്ഥയിലാണ്. ഇതിനൊരു പോംവഴി ഉണ്ടാകുകയാണെങ്കിൽ വളരെ 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 നല്ല കാര്യമായിരുന്നു. ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി മാറിയത്. ന്യൂസ് ഡെസ്ക് വൈക്കം ഡെയിലി.